ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായം, ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. സാഖ്യയോഗത്തിലെ 9ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പഠിച്ചത്. അതായത് അർജുനന് ഒരാശങ്കയുണ്ടാവുകയാണ്, യുദ്ധം ചെയ്താൽ എങ്ങനെയാണ് ശരിയാകുന്നത്? കാരണം രണ്ടു പക്ഷത്തും ഉള്ളത് തൻ്റെ പ്രിയജനങ്ങളാണ്, ബന്ധുക്കളാണ്, സഹോദരന്മാരാണ്, ഗുരുക്കന്മാരാണ്. അപ്പോൾ ഇവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്? ഒരു യുദ്ധമുണ്ടായാൽ രണ്ട് ഭാഗത്തും നാശമുണ്ടാകും. അങ്ങനെ തൻ്റെ ബന്ധുക്കളും ആചാര്യന്മാരും എല്ലാവരും മരിച്ചതിനു ശേഷം കിട്ടുന്ന ആ രാജ്യത്തിന് എന്ത് ഫലമാണ് ഉള്ളത്? അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൗനം പാലിച്ച് ഗോവിന്ദനെ നോക്കിയിരിക്കുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി 10ാമത്തെ ശ്ലോകം. തമുവാച ഹൃഷികേശഃ പ്രഹസന്നിവ ഭാരതാഃ സേനയോരുഭയോർമധ്യേ വിഷിദന്തമിദം വചഃ. ഓരോ വാക്കുകളുടേതായിട്ട് അർത്ഥം നമുക്ക് നോക്കാം. തമു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട്, ഉവാച പറഞ്ഞു, തമുവാച അവനോട് പറഞ്ഞു. ഹൃഷികേശ, ഹൃഷികേശൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. പ്രഹസൻ പുഞ്ചിരിച്ചുകൊണ്ട്, ഇവ അത്രയും, ഭാരത ഭാരത വംശജൻ, സേനയോരു സേനയുടെ, ഉഭയോർ രണ്ട് സേനകളുടെയും, മധ്യേ മധ്യത്തിൽ, വിഷീദന്ത വിഷാദിക്കുക, ഇദം ഈ ദിസ്, വചഃ വാക്ക്. ഇനി നമുക്ക് വാക്യാർത്ഥം നോക്കാം. ഹേ ഭാരതവംശജ, രണ്ടു സേനകളുടെയും നടുവിൽ വിഷണ്ണനായി നിൽക്കുന്ന അർജുനനോട് ഹൃഷികേശൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ഇത് ആര് പറയുന്നതാണ്? സഞ്ജയൻ പറയുന്നതാണ്. സഞ്ജയവാചയാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രയോട് പറയുന്നതാണ്. ധൃതരാഷ്ട്രയാണ് ഇവിടെ ഹേ ഭാരതവംശജ എന്ന് ഉദ്ദേശിച്ചത്. ഹേ ഭാരതവംശജ, രണ്ടു സേനകളുടെയും നടുവിൽ വിഷണ്ണനായി നിൽക്കുന്ന അർജുനനോട് ഹൃഷികേശൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. മുമ്പലത്തെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും സഞ്ജയനാണ് പറയുന്നതെന്ന്. ആദ്യമായിട്ട് ഈ ക്ലാസ് കേൾക്കുന്നവർ ഇതിന് മുമ്പലത്തെ ക്ലാസ്സുകൾ എടുത്തു വെച്ച് കേൾക്കണം. വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ് നമ്മുടെ ക്ലാസ്. പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഫോൾഡറിൽ ആദ്യം മുതലുള്ള ഭാഗങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കാര്യം. ഇവിടെ ഹേ ഭാരതവംശജ എന്ന് പറഞ്ഞത് ധൃതരാഷ്ട്രയെ ഉദ്ദേശിച്ചിട്ടാണ്. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശ്ചോതസ്തം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസും ഛനാനുശോചന്തി പണ്ഡിതാഃ. അശോച്യാൻ ദുഃഖിക്കാൻ അർഹതയില്ലാത്ത, അന്യശോച ദുഃഖിച്ചിട്ട്, ത്വം നീ, പ്രജ്ഞാവാദാൻ അറിവുള്ളവനെ പോലെ, ച കൂടെ, ഭാഷസേ സംസാരിക്കുന്നു, ഗദാസൂൻ മരിച്ചവർ, അഗദാസൂൻ ജീവിച്ചിരിക്കുന്നവർ, ച കൂടെ, നാനുശോചന്തി ദുഃഖിക്കുന്നില്ല, പണ്ഡിത പണ്ഡിതന്മാർ. വാക്യാർത്ഥം. ദുഃഖിക്കാൻ അർഹതയില്ലാത്തവരെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു, എന്നിട്ട് പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. മരിച്ചവരെ പറ്റിയോ ജീവിച്ചിരിക്കുന്നവരെ പറ്റിയോ പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. ഇങ്ങനെ ഭഗവാൻ അർജുനനോട് പറയുകയാണ്. അതായത് കൗരവ സദസ്സിനെ നോക്കിയിട്ടാണ് ആര് പറയുന്നത്? അർജുനൻ പറയുന്നത്,
എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഇവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ്, ഗുരുക്കന്മാരാണ്, പിതാമഹനുണ്ട് എന്നൊക്കെ പറയുന്നത് കൗരവന്മാരെ നോക്കിയിട്ടാണ്. അപ്പം അവരെ പറ്റിയാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്, നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നു. കാരണം അവരൊക്കെ മരണപ്പെടേണ്ടവരാണ്, ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നവരല്ല. അപ്പം അവരെ പറ്റി ഓർത്തിട്ടാണ് നീ ദുഃഖിക്കുന്നത്. അറിവുണ്ടെന്ന് തോന്നുമാറുള്ള യുക്തിവാദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇത്രയും നേരം അർജുനൻ വലിയ ജ്ഞാനിയെപ്പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് അധർമ്മമല്ലേ, ഇങ്ങനെ ചെയ്യുന്നത് അധർമ്മമല്ലേ, അങ്ങനെ രാജ്യം നേടുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ കാട്ടിലേക്ക് പോകുന്നതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ എന്നിട്ട് പറയുകയും ചെയ്യുന്നു. അറിവുള്ളവർ, അതായത് പണ്ഡിതന്മാർ, മരിച്ചവരെ പറ്റിയും ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അറിവും ദുഃഖവും ഒരിക്കലും സഹവർത്തികളല്ല. ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അറിവ് വേണ്ട വിധം ആയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ദുഃഖം കൊണ്ട് തൻ്റെ അറിവ് അർജുനൻ അപൂർണമാണെന്ന് വെളിപ്പെടുത്തുന്നുവെന്നാണ് ഇവിടെ ഭഗവാന്റെ വാദം. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? മമതയാണ്. എൻ്റെ ഗുരുനാഥൻ, എൻ്റെ സഹോദരന്മാർ, ഇങ്ങനെയൊക്കെ തോന്നുന്നത് കൊണ്ടാണ്. എനിക്കോ എൻ്റേതിനോ കേടുപറ്റുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ? ദുഃഖമുണ്ടാവുകയുള്ളൂ. എൻ്റേതല്ലാത്ത എന്തിനു കേടുപറ്റിയാലും അധികം ആരും ദുഃഖിക്കാറ് ഇല്ല. എന്നതല്ല, എനിക്കിഷ്ടമില്ലാത്തവർക്ക് കേടുപറ്റിയാൽ എന്ത് ചെയ്യാറുണ്ട്? സന്തോഷിക്കാറുമുണ്ട്. ദുഃഖത്തിന് ഹേതുവായിരിക്കുന്ന ഈ മമത എന്തിൻ്റെ സൃഷ്ടിയാണ്? അജ്ഞാനത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ദുഃഖിക്കാറില്ല. ലൗകിക ദൃഷ്ടിയിൽ നോക്കിയാൽ പോലും ഇവിടെ ദുഃഖത്തിന് എന്തില്ല? പ്രസക്തിയില്ല. കാരണം തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരാരാണ്? ശത്രുക്കളാണ്. ദുഃഖിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ദുഃഖിച്ചതുകൊണ്ട് മരിച്ചവർ തിരിച്ചു വരുന്നില്ല, രോഗം ഭേദമാകുന്നുമില്ല. അല്ലേ? ദുഃഖിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടുന്നുമില്ല. നേരെ മറിച്ച് ദുഃഖം കൊണ്ട് ജീവിച്ചിരിക്കുന്നവർ വേഗം മരണത്തോടടുക്കുകയും രോഗത്തിന് ശക്തി കൂടുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ടത് നികത്താനുള്ള കഴിവെന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. അപ്പോൾ ഏതു പ്രതിസന്ധിയിലും ഏതു പരിതസ്ഥിതിയിലും ദുഃഖം ഒഴിവാക്കി സ്വകർത്തവ്യം തീരുമാനിച്ച് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അത് നിറവേറ്റുക മാത്രമേ മനുഷ്യന് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് അജ്ഞാനത്തെ ഒക്കെ കളഞ്ഞ് ജീവിതത്തെ തളർത്തിക്കളയുന്ന ഈ വിഷാദത്തെ ഉപേക്ഷിച്ച് തൻ്റെ പൗരുഷം കൊണ്ട് സർവദാ ജയിക്കണമെന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ആദ്യമായി ആവശ്യപ്പെടുന്നത്. ഇത് ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ അത് പൂർണ്ണമായും നടപ്പിലാക്കിയ ആളുമാണ്. കാരണം പുത്രന്മാർ ഉൾപ്പെടെയുള്ള സ്വജനങ്ങൾ ഏരകപ്പുല്ല് എയ്ത് ഒന്നൊന്നായി മരിച്ചു വീഴുന്നത് നോക്കി നിന്നപ്പോൾ പോലും വിഷാദിക്കുകയോ ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തുകയോ ചെയ്ത ആളല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരു കഥയുണ്ട്. ഒരു സ്ത്രീ ഭഗവാൻ ശ്രീബുദ്ധൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചുപോയി, എനിക്ക് വലിയ ദുഃഖമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ തരുന്നത് എന്ന് ശ്രീബുദ്ധൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു സ്ത്രീ പറയുകയാണ്. ഉടനെ ശ്രീബുദ്ധൻ പറഞ്ഞു, ശരി, ഞാനിതിന് ഉത്തരം പറയാം. നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ പോയിട്ട് കുറച്ച് കടുക് മേടിച്ചുകൊണ്ട് വരണം. പക്ഷേ അത് ഏത് വീട്ടിൽ നിന്ന് മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കടുക് മേടിക്കുന്ന ആ വീട്ടിലെ ആരും തന്നെ മരിച്ചിട്ടുണ്ടാകരുത്. മരണമില്ലാത്ത ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ കടുക് മേടിച്ചുകൊണ്ട് വരിക. അപ്പോൾ നിങ്ങളുടെ ദുഃഖത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം എന്ന് ഭഗവാൻ ശ്രീബുദ്ധൻ ആ സ്ത്രീയോട് പറയുന്നു. അങ്ങനെ ആ സ്ത്രീ
ആ ഗ്രാമം മുഴുവൻ ഓരോ വീട്ടിലും ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഉടനെ അവരെല്ലാം പറയുകയാണ്, ഞങ്ങളുടെ അവർ മരിച്ചു, ഇവർ മരിച്ചു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ ആ ഗ്രാമത്തിലും അടുത്തുള്ള കുറേ ഗ്രാമങ്ങളിലുമൊക്കെ സഞ്ചരിക്കുന്നു. പക്ഷെ എല്ലാ വീട്ടിലും അവരുടെ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടാകും. അങ്ങനെ കടുക് മേടിക്കാൻ കഴിയാതെ ആ സ്ത്രീ ശ്രീബുദ്ധൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ പറയാതെ തന്നെ അവർക്കതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഭഗവാനും പറയുന്നത്. കാരണം ഇത് അർജുനൻ്റെ കർമ്മമാണ്. ആ കർമ്മം അനുഷ്ഠിക്കുക. എതിർഭാഗത്ത് നിൽക്കുന്നവർ തൻ്റെ ആരെങ്കിലും ആണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്രയും ദുഃഖം നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷേ അത് എല്ലാം ഈശ്വരീച്ഛയാണ്. മരണപ്പെടേണ്ടവൻ ആ സമയത്ത് മരണപ്പെട്ടിരിക്കും. അവിടെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും മരണമെന്ന് പറയുന്ന കാര്യം അവിടെ ഉണ്ടായിരിക്കും. വരാനുള്ളത്, അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത് വരാനുള്ളത് ഒരിക്കലും വഴിയിൽ തങ്ങുകയില്ല എന്ന് പറയുന്നത്. അത് വന്നിരിക്കും. അപ്പോൾ ഇത് എൻ്റെ എന്നോർത്ത് നമ്മൾ ഓരോ കാര്യത്തിനും ശാഠ്യം പിടിച്ചാൽ നമുക്ക് എന്നും ദുഃഖം മാത്രമായിരിക്കും ഫലം. എന്ത് വന്നാലും അത് ഈശ്വരേച്ഛയാണെന്ന് കരുതി മുമ്പോട്ട് പോയാൽ നമുക്ക് ഇതിലൊന്നും ഒരു ദുഃഖവും തോന്നുകയില്ല. ഇവിടെ അർജുനൻ്റെ കർമ്മമാണ് അർജുനൻ അനുഷ്ഠിക്കേണ്ടത്. എൻ്റെ ഗുരുനാഥൻ, എൻ്റെ സഹോദരങ്ങളെന്ന് അർജുനൻ ഇവിടെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അർജുനൻ്റെ കടമ ഇവിടെ നിറവേറ്റാൻ കഴിയുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ഒരിക്കലും ഇതുപോലെ ചിന്തിക്കാറില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം വരും. എന്നെ അവർ വഴക്ക് പറഞ്ഞു, എന്നെ അവരത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ദുഃഖമുണ്ടാകുന്നത്. പക്ഷേ അവരത് പറഞ്ഞില്ലെങ്കിലും നമുക്കത് അനുഭവിക്കാൻ വിധിയുണ്ടെങ്കിൽ നമ്മളെ മറ്റാരെങ്കിലും പറയും. അതുകൊണ്ട് ഇതെല്ലാം ഈശ്വരേച്ഛയാണ്. എന്തു വന്നാലും അതെല്ലാം നല്ലതിനാണ് എന്ന് കരുതി മുമ്പോട്ട് പോയാൽ നമുക്ക് നമ്മുടെ കർമ്മം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. എപ്പോഴും ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ രോഗം വർദ്ധിക്കുന്നതല്ലാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല. നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുകയില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും അനാവശ്യമായി ദുഃഖിക്കാതിരിക്കുക. ദുഃഖം മനുഷ്യനുണ്ടാകും. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് കൂടെ കൂട്ടിക്കൊണ്ടുപോകരുത്. അത് ദുഃഖിക്കുന്നു, അതിനൊരു കാലമുണ്ട്. ആ കാലം കഴിയുമ്പോൾ അത് മറന്ന് നമ്മൾ മുമ്പോട്ട് പോകണം. അതാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് ആദ്യമായി ഉപദേശിച്ചു കൊടുക്കുന്നത്. എൻ്റെ എന്നുള്ള മോഹം കളയുക. നമ്മൾ ഏതിൽ പഠിക്കുന്നുണ്ട് ഈ കാര്യം? ധ്രുവചരിതത്തിലും നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ധ്രുവചരിതം കിടപ്പുണ്ട്. എല്ലാ വിശ്വാസികളും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ ധ്രുവൻ്റെ ആ കഥ കേൾക്കണം. നമ്മുടെ ചാനലിൽ അതുണ്ട്. പ്ലേലിസ്റ്റിൽ ധ്രുവചരിതം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. എല്ലാവരും അത് കേൾക്കണം, മനസ്സിലാക്കിയിരിക്കണം. ധ്രുവ നക്ഷത്രമാണ്. ധ്രുവന് അത്രയും വലിയ സ്ഥാനമാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. സപ്തർഷികളാണ് ധ്രുവ നക്ഷത്രത്തിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നത്. ചലിക്കാത്ത നക്ഷത്രമാണ് അല്ലേ? അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ വലിയ പരമപദം ധ്രുവന് കൊടുത്തിട്ടാണ് ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധ്രുവചരിതം എല്ലാ വിശ്വാസികളും സമയം കിട്ടുമ്പോൾ അതെടുത്ത് കേൾക്കുക, അത് മനസ്സിലാക്കുക. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രീമദ് ഭാഗവതത്തിലെ ധ്രുവചരിതം. അത് നല്ല വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കഥയായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ ആദ്യമായി ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത കാര്യമാണ് എന്ത്? മമത, അനാവശ്യമായ മമത പാടില്ല. ദുഃഖം അനാവശ്യമായി പാടില്ല. എൻ്റേത് എന്നുള്ള ചിന്ത പാടില്ല. വെറുതെ ദുഃഖിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെന്തിന് കാരണഹേതു ആകുകയുള്ളൂ? രോഗങ്ങൾക്കും മുമ്പോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾക്കും വിഘാതമുണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ദുഃഖിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പണ്ഡിതന്മാർ ദുഃഖിക്കുകയില്ല. നീ നിൻ്റെ കടമ ചെയ്യുക എന്നാണ് ആദ്യമായി ഭഗവാൻ അർജുനന് ഉപദേശിച്ചു
കൊടുക്കുന്നത്. ഇനി എന്താണെന്നുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കാം. ഇനി നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ടായിരിക്കും നോക്കിപ്പോകുന്നത്. കാരണം ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടെന്ന് പറയുക. അതല്ല മാറ്റം വരുത്തണമെങ്കിൽ അക്കാര്യവും പറയുക. ഇനി 1-ാം തീയതി, മാർച്ച് 1-ാം തീയതി ഷഷ്ഠിയും മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? യശോദാ ജയന്തിയും. യശോദാ മാതാവിൻ്റെ ജന്മദിനമാണ്. അതുകൊണ്ട് മാർച്ച് 1-ാം തീയതി എല്ലാവരും യശോദാ മാതാവിന് ജന്മദിന ആശംസകൾ നേരണം. ഭഗവാനെ പ്രാർത്ഥിക്കണം, വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. ഷഷ്ഠിവ്രതങ്ങൾ എടുക്കാൻ പറ്റുന്നവരെല്ലാം എടുക്കണം. പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവും വരുത്തരുത്. ഇത് കലിയുഗമാണ്. പ്രാർത്ഥനയ്ക്ക് മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. എല്ലാവരും ജപിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് പറയാനുള്ളത്. വീണ്ടും വീണ്ടും പറയാനുള്ളത് അത് മാത്രമാണ്. എല്ലാവരും ജപിക്കുക, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.